ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടിട്ടിട്ട് എടുത്തകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചവിട്ടിയൊക്കെ നമ്മളൊന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചേക്കുകയാണ്. കുറച്ച് തുണിയും കൂടി നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുകയാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ കൊണ്ട് വിരിച്ചതേ ഉള്ളൂ. ഞാനിത് കൊണ്ടുവന്ന് വിരിച്ചപ്പോഴത്തേക്കും വെയിലും പോയി കേട്ടോ. ഇനി വെയിൽ തെളിയണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെയിൽ തെളിഞ്ഞു. ആ സമയം കുറച്ച് പുല്ല് പറിക്കുകയാണ്. വീടിൻ്റെ ചുറ്റും പുല്ലാണ്. എന്തോരം പറിച്ചിട്ടും കാര്യമില്ല, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും പൊങ്ങി വരും. ഈ പുല്ല് പറിക്കൽ തന്നെയാണ് എൻ്റെ ജീവിതം കേട്ടോ. പുല്ല് പറിച്ച് എൻ്റെ ജീവിതം തീരുന്നു എനിക്ക് തോന്നുന്നത്. അതുപോലെ പുല്ലാണ് ഇവിടെയാണെങ്കിൽ പശുവൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും പുല്ലിന് ഇത്ര അഹങ്കാരം. പിന്നെ കുത്തിയിരുന്നങ്ങ് പറിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെയിൽ കൊണ്ടാലും വേണ്ടില്ല, ആ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജനൽ തൂക്കുന്ന കാര്യം ഓർത്തേട്ടോ. ഫുള്ള് പൊടിയായിരുന്നു. പിള്ളേർക്കൊക്കെ എന്നും തുമ്മലാണ്. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും വൃത്തിയാക്കുവാണല്ലോ. അപ്പോൾ ആ ചില്ലും കൂടി ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പണിയാണല്ലോ, വലിയ അധ്വാനം ഒന്നുമുള്ള കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്. അതായത് ഇപ്പോൾ തുടയ്ക്കാനൊക്കെ ആണെങ്കിൽ ജനലൊക്കെ തുടയ്ക്കാൻ അതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി. മകളുടെ ഏരിയയാണ്. ഇത് കണ്ട പൊട്ടും വളയും മാലയും എല്ലാം കൂടി വെതറിയിട്ടേക്കാണ് കേട്ടോ. എന്ത് കമ്മലാന്ന് നോക്കിക്ക്, 3-4 പാത്രത്തിലുണ്ട് കമ്മൽ. ഇതൊക്കെ വലിച്ച് വാരി എറിയാണ്. ഞാനാണ് പറക്കി വയ്ക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ. കാലിലും ചാടി. ഇതൊക്കെ അവളുടെ സാധനം. ഇതെന്താ റോസ് വാട്ടറാന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കാനാണ്. ഇപ്പോൾ കറുത്ത് പോയിട്ടുണ്ട്. മുഖത്തൊക്കെ വലിച്ച് വാരി തേക്കുന്നതാണ്. നല്ലതാണോ ചീത്തയാണോ എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ എടുത്ത് കളയണോ? കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരിക്കും അല്ലേ. എടുത്ത് കളയേണ്ട, അല്ലെങ്കിൽ മാറ്റി വെച്ചേക്കാം. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കേടാണോ അല്ലയോ എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇരിക്കട്ടെ എന്താണേലും. അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും മഴ വന്നു കേട്ടോ. പിന്നെ ഓടി ഒന്ന് തുണി എടുക്കുവാണേ. ഇനിയിപ്പോൾ ഇത് വെള്ളം ചാടിയിട്ടുണ്ടെങ്കിൽ തീർന്നു. നമ്മുടെ അധ്വാനം വെറുതെ ആവില്ല. കുറേ വെയിലൊക്കെ കൊണ്ടല്ല ഞാൻ ഓടി വന്നിട്ട് ഇതെല്ലാം പറക്കുവാണ്. അതാണെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുമായിരുന്നു. പിന്നെ വലിച്ച് പറിച്ചു കേട്ടോ. ഞാൻ ഓടി സ്പീഡിലാണ് എടുക്കുന്നത്. കാരണം വെള്ളം ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും മാറ്റി വിരിക്കണം. വിരിക്കാനും സ്ഥലമില്ല. ആകെ പ്രശ്നമാണ്. മഴയും ഇല്ല. ചെറുതായിട്ട് അപ്പോഴത്തേക്കും വെയിൽ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും, അതാണ് അവസ്ഥ. കൊണ്ട് ഇട്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അപ്പോഴാണ് ഞാൻ ഓർത്തേട്ടോ മുകളിലെ കുറച്ച് തുണി ഉണ്ടല്ലോ എന്ന്, പിന്നെ അത് പറക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും വെയിൽ തെളിഞ്ഞായിരുന്നു കേട്ടോ. മഴയൊക്കെ പോയായിരുന്നു. ഇതെൻ്റെ മെഷീനാണ്, തയ്യൽ മെഷീന്. കുറേ ആയിട്ട് ചവിട്ടിയിട്ട് ഇതിങ്ങനെ കൊണ്ട് വെച്ചേക്കാൻ എനിക്ക് സമയം കിട്ടണല്ലോ ഒന്നും കയറി ചവിട്ടാൻ വേണ്ടിയിട്ട്. ഈ തുരുമ്പൊക്കെ പിടിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ അതിനെയൊക്കെ ഒന്ന് തലോടി നിന്നപ്പോഴത്തേക്കും വെയിൽ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ ടെറസിലാണ് കയറി നിൽക്കുന്നത്. ചവിട്ടിയൊക്കെ രാവിലെ അലക്കിയിട്ടതാണ്. താഴെ ചെന്നിട്ട് ഇനി കുറച്ച് അധികം പണിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നാ ചെയ്യുന്ന ഓർത്തോണ്ട് നിൽക്കുകയാണ്. വെയിൽ തെളിയുമോ മഴ പെയ്യുമോ, പെട്ടെന്ന് മഴ പെയ്യണം. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ അധികം പണിയുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വീട്ടിൽ വരാനും ഉണ്ടല്ലോ. നമ്മൾ വൃത്തിയാക്കി ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പെയ്യുമോ? ഈ മഴേനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും പെയ്യണത്. ഇന്ന് രാവിലെ എൻ്റെ ദൈവമേ 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അയ്യോ, നടുവൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയില്ല. പിന്നെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയതൊക്കെ പറക്കിയിട്ട് ഇനിയിപ്പോൾ അത് വെള്ളം ചടിക്കേണ്ട, ചവിട്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ രാവിലെ ഇളക്കിയതായതുകൊണ്ട് ഉണങ്ങി. ഇനി ഇതൊക്കെ കൊണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇടാം. ഇനി ബാക്കി പണിയിലേക്ക് പോകാം കേട്ടോ. ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടി. എൻ്റെ ദൈവമേ, ഇത് തൂത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് കഴുത്തിന് വേദന ആയിരിക്കും ഈ 2 ദിവസത്തേക്ക്. നമ്മുടെ വീടിനാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വേണ്ടേ, പക്ഷേ തൂക്കാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഓരോരുത്തരൊക്കെ വരുമ്പോഴത്തേക്ക് അവരൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ശുക്രിയായിട്ട് കിടന്നാൽ അതൊരു വൃത്തികേടാണല്ലോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് തൂത്തു കേട്ടോ. പിന്നെ അടിച്ച് വാരുകയാണ്. ഞാൻ തുടയ്ക്കൊണ്ട് ചെയ്യുന്നത്. മകളുടെ മുറിയാണ്. ഇതിൻ്റെ അകത്ത് വല്ല പെരുമ്പാമ്പും കൂടി കാണും കേട്ടോ. അവൾ അതുപോലെ ഇടുക. ഒരു ദിവസമൊക്കെ അടുക്കി പറക്കി വൃത്തിയാക്കി വയ്ക്കും. പിന്നെ 2 ദിവസത്തേക്ക് അലമ്പാക്കി ഇടും. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ പരിപാടി കേട്ടോ. അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി ഇടുന്ന കാണാം കേട്ടോ. അത് വല്ലപ്പോഴൊക്കെ തോന്നത്തുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ചെയ്യണം. ഞാനിന്ന് തൂത്ത് വാരി വൃത്തിയാക്കുമായിരുന്നു. അത് കണ്ട് എന്തൊക്കെയാണ് മുട്ടായി കവർ വരെയാണ് ചാടി വരുന്നത് അലമാരിക്കൊക്കെ അകത്തുനിന്ന്. പിന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്താണെങ്കിലും തൂത്ത് അടിച്ച് വാരി ഇനിയൊന്ന് തുടച്ചും കൂടി ഇട്ടേക്കാം. ഇപ്പോൾ ഓണം കൂടി ആയതുകൊണ്ട്. പിന്നെ മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തുടയ്ക്കൽ തുടങ്ങി കേട്ടോ. ഇതുള്ളത് കൊണ്ടുള്ള ആകെ ഒരു ഗുണം എന്ന് പറയുന്നത്, തുണി ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിഴിയണമല്ലോ. ഇത് പിന്നെ പിഴിയുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വെച്ചാൽ കറക്റ്റ് ആവും. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോപ്പ് മേടിച്ച പിന്നെ ഇതാണ് ഇന്ന് യൂസ് ചെയ്യണേ കേട്ടോ. മറ്റേ തുണി അങ്ങ് ബഹിഷ്കരിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ അങ്ങോട്ട് തുടയ്ക്കുകയാണ് നിന്നിട്ട്. ഇതൊക്കെ നല്ല രസമുള്ള പരിപാടി. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ആഴ്ചയിൽ ഒന്ന് വെച്ച് നമ്മൾ തുടയ്ക്കണമെങ്കിൽ എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ചെളിയാണ്. ഈ പിള്ളേർ ഈ ചവിട്ടി തേക്കണമെന്ന് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ ഒന്ന് ഒതുക്കി എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കാം കേട്ടോ.
അയ്യോ! സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. ഇത്രയും നേരം ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട് ട്ടോ. ഇത്രയും നേരം മുറ്റത്തൂടെ നടക്കും, അലക്കും, പറക്കും ഒക്കെയായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചോറുണ്ണാൻ വേണ്ടിയിട്ട്. കറിയാണെങ്കിൽ ഒന്നും വെച്ചിട്ടുമില്ല. ഇന്ന് പിള്ളേർക്ക് പിന്നെ ഓണാഘോഷം പരിപാടിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയേക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തുള്ള കാര്യം നമ്മളൊന്നും അറിയണ്ടല്ലോ. ഞാൻ പിന്നെ ഇന്ന് രാവിലത്തെ ഇഡ്ഡലിയാണ് ഉച്ചയ്ക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. 2 ഇഡ്ഡലി കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണേ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ് ഓണത്തിനുള്ള പച്ചക്കറികളൊക്കെ. പിന്നെ ഇതാ അതും നമുക്കാണല്ലോ പരിപാടി. പിന്നെ ഇതാ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ളതൊക്കെ ഇന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് കറിയൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ഓരോ പണിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നല്ലോ. പിന്നെ ഇതാ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇരിക്കുന്നതാണ് നല്ല ഭംഗി. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അത് ഹസ്ബൻഡ് തന്നെ വെട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത് അയലയാണേ. പക്ഷേ നല്ല മീനായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. വറുത്തിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വറക്കാം, ബാക്കി കറി വയ്ക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ തോന്നി ഇനി വയ്യ, അതുകൊണ്ട് ഫുള്ള് നമ്മളങ്ങോട്ട് വറക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതാ മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് കപ്പ ഉണ്ടെങ്കിൽ മുളക് ചമ്മന്തി ഇവിടെ നിർബന്ധമാണ്. കപ്പയൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ദാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ വറുത്തിട്ടുണ്ട്, കപ്പ ദാ ചെണ്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പണി കുറച്ച് തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ.